കാണല്ലോ അല്ലേ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് പെൻഷനെ കുറിച്ചുള്ള കാര്യം. അതെനിക്ക് മുഴിപ്പിക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ കാട്ടുപോത്ത് നമ്മുടെ നാട്ടിൽ വന്നതും ഒക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ ഓട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മുടെ സർക്കാർ ഇപ്പോൾ ഒരു പുതിയ നയം കൊണ്ടുവന്നിട്ടുണ്ട് സ്ത്രീകൾക്കായിട്ട് കേട്ടോ. പാവപ്പെട്ട സ്ത്രീകൾക്കായിട്ടുള്ള ഒരു പെൻഷനാണ്. 35 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്കാണ്. അപ്പോൾ എന്ത് പറയാനാണ്, അതായത് നമ്മുടെ റെഡ് കാർഡും മഞ്ഞയാണോടാ, മഞ്ഞ കാർഡും ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കൊണ്ടുപോകേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത് അവിടുത്തെ സാക്ഷ്യപത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന്, അതായത് നമ്മുടെ അക്ഷയയിൽ നിന്ന് തരുന്നത്. അടുത്ത് നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരു സത്യവാങ്മൂലം എന്താണ് പറഞ്ഞത്, അതൊരു ഇത് അപേക്ഷയാണ് കേട്ടോ. എൻ്റെ അഡ്രസ്സൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഞാനിത് തിരിച്ച് കാണിക്കാത്തത്. നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി വേണം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു കോപ്പി വേണം, റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി വേണം, പിന്നെ എന്ത് പറയാനാണ്, ആധാറിൻ്റെ ഒരു കോപ്പി വേണം. ഇത്രയും നമ്മുടെ അക്ഷയ വഴി അപേക്ഷിച്ചതിന് ശേഷം 60 രൂപയാണ് ഇവർ ഫീസ് ഈടാക്കിയിട്ടുള്ളത് കേട്ടോ. അതും കൂടെ പറഞ്ഞു പോവുകയാണ്. ഇനി ഇത് നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടു കൊടുക്കണം. പഞ്ചായത്തിൽ ഇനി വേറെ എന്തെങ്കിലും വെക്കേണ്ടതുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, മടിക്കാതെ എഴുതി കൊടുക്കാൻ. ഡേറ്റ് ഇതിനില്ല, ഡേറ്റ് കഴിഞ്ഞിട്ടുമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിനി പഞ്ചായത്തിൽ വെച്ച് കാണാം കേട്ടോ. കൂടെ വന്നോളൂ. അപ്പോൾ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അക്ഷയയിൽ നിന്ന് ഞാൻ എല്ലാം എഴുതി വാങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഇനി എന്തൊക്കെ ഇത് ഇനി എന്തൊക്കെ കൊടുക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. കൊടുത്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആരും മടിക്കണ്ട. 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ എന്നെ പോലെ, എങ്കിൽ ഓടി വരും കേട്ടോ. സ്ത്രീ സുരക്ഷാ പെൻഷൻ കേട്ടോ. നിങ്ങൾക്ക് പാവപ്പെട്ട സ്ത്രീകൾക്ക്, ഞാനും പാവപ്പെട്ടതാണ്. പിന്നെ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാൽ സർക്കാർ 1% നമുക്ക് തിരിച്ചു തരുന്നത്. അതുകൊണ്ട് അങ്ങനെയെങ്കിലും നമ്മൾ ഈടാക്കണം അല്ലേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ അകത്തെ വിഷയം ഞാൻ എടുക്കുന്നില്ല, ബാക്കി ഞാൻ പുറത്ത് വന്നിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അപേക്ഷയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും അവിടെ കൊടുക്കേണ്ടതില്ല. നമ്മുടെ അക്ഷയയിൽ നിന്നൊക്കെ കിട്ടുന്നത് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ എന്ത് പറയാനാണ്, യെല്ലോ കാർഡുകാർക്കും റെഡ് കളർ കാർഡിനുമാണ് ഇത് ഈ പെൻഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ പറഞ്ഞു പോവുകയാണ്. അന്വേഷിച്ചിട്ടൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ത്രീ സുരക്ഷാ പെൻഷന് ഡേറ്റുകളില്ല കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു മെസ്സേജുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നതേ ഉള്ളൂ. അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പോവുകയാണ് കേട്ടോ.